നമ്മുടെ സ്വപ്നമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ബോധതലത്തിലേക്ക് ഒരാൾ വന്നെന്നോ അല്ലെങ്കിൽ എവിടെ നിന്നോ എന്തായിരിക്കും ഇതിൻ്റെ പിറകിലൊരു കാരണത്തെക്കുറിച്ച്? ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാനൊരു ദൈവവിശ്വാസിയാണ്. പക്ഷേ ഈ അങ്ങനെയുള്ള മറ്റുള്ള വൃത്തികേടുകളെ സംബന്ധിച്ച് ഭൂതം, പ്രേതം, ആത്മാവ്, അങ്ങനെ ഇങ്ങനെ വൃത്തികേടുകൾ അങ്ങനെയുള്ള ചിന്ത എനിക്കില്ല. പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും ഇത്തരം ചില തീവ്രമായ സ്വാധീനങ്ങളിൽ നമ്മൾ അറിയാതെ പെട്ടുപോകാറുണ്ട്. അതിന് വേറൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ ഞാൻ തൃശ്ശൂർ ഒരു പരിപാടിക്ക് പോയിട്ട് എൻ്റെ ഒരു സുഹൃത്തും ഞാനും കൂടെ കാറിൽ വരികയാണ്. അദ്ദേഹത്തിൻ്റെ നാട് പുനലൂരിലാണ്, ചാലക്കോടൻ എന്നാണ്. അദ്ദേഹം ഒരു കവിയാണ്. അപ്പോൾ പുള്ളി റിയാദിൽ ജോലി എടുക്കുന്ന ഒരു പാവം കവിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടാണ് ഈ പുനലൂർ. അപ്പോൾ എന്നെ അടുത്ത ദിവസം എൻ്റെ ഭാര്യയെയും മക്കളെയും കണ്ടിട്ടേ നമുക്ക് തിരിച്ചു പോകാവൂ ദയവായി, അതുകൊണ്ട് ഇവിടെ തങ്ങണം. അത് നേരത്തെ പ്ലാൻ ചെയ്ത് അങ്ങനെ പുനലൂരിൽ അദ്ദേഹം എനിക്കൊരു ലോഡ്ജ് എടുത്തു. ഞാൻ ആ മുറിക്കകത്ത് രാത്രി എനിക്ക് തോന്നുന്നൊരു 11:30 മണി ഒക്കെ ആകുമ്പം, അദ്ദേഹം ഗൾഫിൽ നിന്ന് വരുന്ന പ്രവാസിയല്ലേ, അപ്പം ഞാൻ പറഞ്ഞു താങ്കൾ പൊക്കോളൂ, തൊട്ടപ്പുറത്താണ് വീട്, അപ്പം ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ കിട്ടുന്ന നിമിഷങ്ങൾ കളയണ്ടല്ലോ, ഞാനിവിടെ തങ്ങിക്കൊള്ളാം. അങ്ങനെ ഞാൻ അവിടെ കിടന്നുറങ്ങുകയാണ്. പുള്ളി പോയി, ഞാൻ രാവിലെ വരുമെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പോയിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കതക് ചാരുന്നു, ഒരു കുപ്പി വെള്ളം വാങ്ങി വെച്ചിട്ടുണ്ട്, അതെടുക്കുന്നു, കുടിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇങ്ങനെ കിടക്കുമ്പോൾ രാത്രി ഇങ്ങനെ മയങ്ങുമ്പോൾ നമുക്കൊരു അർത്ഥമയക്കം എന്ന് പറയുമല്ലോ. നമ്മൾ ഉറങ്ങിയിട്ടേ ഇല്ല, എന്നാൽ നമ്മൾ ഉണർന്നിരിക്കാൻ താല്പര്യവുമില്ല എന്നൊരവസ്ഥ വരുമല്ലോ. ഒരു നിമിഷത്തിൽ എനിക്ക് ഒരു അനുഭവമുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഞാൻ ഉറങ്ങുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നതാണ്. അതായത് ഒരു വർത്തമാനം കേൾക്കുന്നു. ഈ വർത്തമാനത്തിനകത്ത് ഒരു വർത്തമാനമേ ഉള്ളൂ, തിരിച്ചു പറയുന്ന ഡയലോഗ്സ് എനിക്ക് കേട്ടുകൂടാ. ഒരു പെൺകുട്ടിയുടെ വർത്തമാനം കേൾക്കാം, തിരിച്ച് ഒരാൾ മറുപടി പറയുന്നുണ്ട്, അതിൻ്റെ മറുപടി പെൺകുട്ടി പറയുന്നുണ്ട്, അതെനിക്ക് കേൾക്കാം, മറ്റത് കേട്ടുകൂടാ. അപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു അല്പം കൂടെ ഒന്ന് അങ്ങോട്ട് മാറ്റിക്കിടത്താം എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊരു പ്രസ്സിങ് ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട്, അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ഞെട്ടി ഉണർന്നു. അപ്പം ഞാൻ ആലോചിച്ച് ഞാൻ ഉറങ്ങുന്നത് കൊണ്ട് എനിക്ക് തോന്നിയതായിരിക്കാം. വീണ്ടും ഞാനിങ്ങനെ മയങ്ങി വരുന്ന ഒരു 20% മയക്കം വരുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. അപ്പോഴും നമ്മൾ നല്ല കോൺഷ്യസ് ആണ്. അപ്പോൾ കാണാം ഈ വർത്തമാനം തുടങ്ങുന്നു. സാരമില്ല, ഒരു അല്പം ഒന്ന് മാറ്റിയാൽ മതി, ഒരു ശകലം ഒന്ന് മാറ്റിക്കിടത്താം എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്, ഈ മയക്കം മാറരുത് എന്ന അർത്ഥത്തിൽ ഞാൻ ബോധപൂർവ്വം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അവിടെ നിൽക്കാനും പറ്റുന്നില്ല, തിരിച്ചു വരാൻ പറ്റുന്നില്ല, എന്നാലും പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡയലോഗ്സ് കേൾക്കാം. അല്ല, നീ ഇങ്ങനെ ചെയ്താൽ എന്ത്, നീയും കൂടെ പിടിക്കുക എന്ന് പറയുന്നുണ്ട്. മറ്റേ ആളെന്തോ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാണാം എനിക്കൊരു ബലം വരുന്നുണ്ട് ഇങ്ങനെ സൈഡിലേക്ക്, പിടിക്കെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ എൻ്റെ കൈ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്, എൻ്റെ കൈ ഇങ്ങനെ കയറുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ എനിക്ക് പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല, ഞാൻ ഞെട്ടി ഉണരുന്നുണ്ട്. വീണ്ടും ഞാൻ ഇത് തന്നെ ചെയ്യുന്നു, ഈ പരീക്ഷണാർത്ഥം. എനിക്ക് പേടിയൊന്നൊരു സാധനമല്ല, കാരണം ഇങ്ങനെ സംഗതി ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ. ആ രാത്രി മുഴുവൻ ഞാൻ ആ പരീക്ഷണത്തിലായിരുന്നു. അപ്പോൾ എല്ലാ സമയവും കൃത്യം ആ നിമിഷത്തിൽ ഈ വർത്തമാനങ്ങൾ തന്നെ വരുന്നുണ്ട്. അല്ല, ഞാനിത് പറഞ്ഞിട്ടില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ മറ്റേയാളും പറയുന്നുണ്ട്, അതെനിക്ക് കേൾക്കുന്നില്ല. ഞാനിത് കേട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ചുകൂടെ ചരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാലെല്ലാം ഇങ്ങനെ ചരിയുന്നുണ്ട്. ഇങ്ങനെ എന്നെ ഇങ്ങനെ രണ്ടാളുകൾ എന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കട്ടിലിൻ്റെ അറ്റത്തേക്ക്, അവർ നിരുപദ്രവകാരികളാണ്, ആ അറ്റത്തേക്ക് അവർ പറയുന്നത് കുറച്ചുകൂടെ നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വർത്തമാനം, ഡയലോഗ്സ്. അപ്പം ഞാനിത് 4-5 പ്രാവശ്യം അനുഭവിച്ചിട്ട് അപ്പം ഞാൻ കഥക തുറന്നു നോക്കി, എത്ര സമയമായി. അപ്പോൾ ഒരു 4:30 മണി 5 മണിയായി. ഈ പ്രോസസ്സ് ഞാൻ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. എപ്പോൾ സമയം എത്ര ആയിക്കാണോ നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ അകലെയെല്ലാം നല്ല വെളിച്ചമുണ്ട്. ഇപ്പുറത്തുനിന്ന് ഡോറ് തുറന്നപ്പോൾ അപ്പുറത്തൊരു തട്ടുകിടക്കാരൻ ഒരുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഞാൻ വീണ്ടും മിണ്ടാതെ വന്ന് ഒരു പ്രാവശ്യം കൂടി ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ ഇത് തന്നെ സംഭവിക്കുന്നുണ്ട്. വീണ്ടും എണീക്കുമ്പോൾ 5 മണിയാവുന്നുണ്ട്. താഴെ നോക്കുമ്പോൾ ചായ തുടങ്ങി. ഞാൻ താഴെ പോയി ചായ വാങ്ങി കുടിച്ചു. തിരിച്ചു വന്ന് കയറുമ്പോൾ ഈ ഡോറിങ്ങനെ തുറന്നിങ്ങനെ കയറുമ്പോൾ ഒരാളിങ്ങനെ മാറുന്നതിൻ്റെ ഒരു കാറ്റ് വരുമല്ലോ. നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരാളുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടാവില്ലേ നമുക്ക്, ആരോ. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് തന്നെ വീണ്ടും നടക്കുകയാണ്. ഒരാൾ നിൽക്കുകയാണ്, ഇങ്ങനെ തന്നെ ഞാൻ ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ കാണാം മറന്നു. അപ്പം ഞാൻ അങ്ങോട്ട്, ഇതെന്താണെന്ന് എനിക്ക്. അപ്പോൾ ടോയ്ലറ്റിൻ്റെ വാതിൽ വരെ ഞാനിതിങ്ങനെ സംഭവിക്കുകയാണ്. അപ്പോൾ ടോയ്ലറ്റിൻ്റെ വാതിലെത്തിയപ്പോൾ ഞാൻ വീണ്ടും ടോയ്ലറ്റിലോട്ട് തന്നെ ഇടിച്ച് കയറണം. കാണാം, ഞാൻ കയറുന്നതിന് മുമ്പ് വാതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാളിങ്ങനെ തട്ടിയാൽ തുറക്കുന്ന അർത്ഥത്തിൽ ഇങ്ങനെ ആവുന്നുണ്ട്. ശരി, എന്നിട്ട് ഞാൻ ഇങ്ങനെ മാറിയിരുന്ന് ശ്രദ്ധിച്ചു. സത്യത്തിൽ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട
അതീന്ദ്രിയമായ അദൃശ്യമായ ഒരു അനുഭവമായിരുന്നു. അപ്പം ഞാൻ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ ചിലപ്പോൾ വീണ്ടും ഞാൻ ആ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴും ആലോചിച്ചു, ഞാൻ ഈ കിടക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം എങ്കിൽ പിന്നെ ഇതെങ്ങനെ എന്ന് എൻ്റെ മനസ്സ് തോന്നി. എന്നിട്ട് ഈ ചാലക്കോടൻ രാവിലെ 6 മണിയാകുമ്പോൾ വരുന്നു, ഞങ്ങൾ വർത്തമാനം പറയുന്നു, എനിക്ക് പത്രം കൊണ്ടുവരുന്നു, വായിക്കുന്നു. അപ്പം ഞാൻ ചാലക്കോടനോട്, അയാൾ ഭയങ്കര നിരീശ്വരവാദിയാണ്, ദൈവവിശ്വാസിയല്ല. ഞാൻ ദൈവവിശ്വാസിയാണ്, അന്ധവിശ്വാസിയല്ല. അയാൾ പൂർണ്ണമായും എന്തല്ല, ഈശ്വരവിശ്വാസിയേ അല്ല. അപ്പം ഞാൻ എന്നിട്ടും അയാളോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് ഞാൻ ഇയാളോട് ഇതേപോലെ വിവരിച്ച് പറഞ്ഞു. അതൊന്നും കാര്യമില്ല, മാഷ് ഇറങ്ങുമെന്ന് പറഞ്ഞ് വന്നു, ചുമ്മാ മാഷിന് തോന്നുന്നതായിരിക്കും. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഇത് മാഷ് കിടക്കുന്ന ഈ ജനലൊന്ന് തുറന്നപ്പോൾ താലൂക്ക് ആശുപത്രി, പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ മോർച്ചറിയുടെ തൊട്ടിപ്പുറത്താണ് ഈ റൂം. അത്ര. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതാണ് മോർച്ചറി. ചിലപ്പം മാഷിന് ആരെങ്കിലും പറഞ്ഞു അവിടെ മോർച്ചറി ഉണ്ടെന്ന്. ഞാൻ ചോദിച്ചു, താങ്കളും ഞാനും മാത്രമല്ലേ എന്നോട് ആരും പറഞ്ഞില്ല. ഇത് മോർച്ചറിയാണ്. മാഷിനോട് ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കാര്യം വെച്ചിട്ട് മാഷിന് മനസ്സിൽ കിടന്നതായിരിക്കാം. പക്ഷെ സത്യത്തിൽ ഈ മോർച്ചറിയാണെന്നുള്ള കാര്യം ഇയാൾ എന്നെ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. തിരിച്ച് യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴാണ് ഞാൻ പത്രം ഇങ്ങനെ നോക്കുമ്പോൾ അന്നത്തെ ദിവസം കർക്കിടക വാവാണ്. എൻ്റെ അമ്മയ്ക്ക് കർക്കിടക വാവ് ദിനങ്ങളിൽ ഞാൻ ബലിയിടാറില്ല, എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ ബലിയിടാറ്. അപ്പോൾ കർക്കിടക വാവായിരുന്നു അന്ന് എന്നുള്ളതും കൂടെ എൻ്റെ മനസ്സിൽ വന്നു. ചുമ്മാ ഇതെല്ലാം നമ്മൾ ചിലപ്പോൾ ഒരുമിച്ച്, പക്ഷെ എങ്കിലും ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്ന ഒരു രാത്രിയായിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ എന്നല്ല, എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് അറിയാതെ ഇരിക്കുന്ന ഒരു ദിനമാണ്.